നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം വേറെ ഒന്നുമല്ല, നിങ്ങളെല്ലാവരും കേട്ട് കാണും, ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളത്തിൽ വെച്ച് ട്രിവാൻഡ്രത്ത് വെച്ച് തോന്നയ്ക്ക് വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്മളൊരു വർക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു DNA ആണ്, ഒരു ഒരു DNA ഇൻസ്റ്റലേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതുമാത്രമല്ല, ആ സയൻസ് ഫെസ്റ്റിവൽ ഒന്ന് പോയി കാണുക. അവിടെയുള്ള ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട്. അതേപോലെ ആർട്ട് വർക്കുകളുണ്ട്. പിന്നെ സയൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള ടോക്കുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി കാണുക. തിരുവനന്തപുരത്ത് തോന്നയ്ക്കിൽ വെച്ചിട്ടാണ് ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. സോ അപ്പോൾ നിങ്ങളെല്ലാം പോയി കാണാം. അതോടൊപ്പം എൻ്റെ ഒരു വർക്കും കൂടെ ഉണ്ട്. സോ ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പോയി കാണാം. ഓക്കെ അല്ലേ? Yeah. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ DNA വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം വെൽഡിംഗ് ഒക്കെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2-3 പ്ലാനൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു DNA സ്ട്രക്ചർ വെൽഡിങ് ചെയ്യുന്നത്. അപ്പോൾ വെൽഡിങ്ങൊക്കെ പക്കയായിട്ട് അടിച്ച് നമ്മൾ ക്ലിയറായിട്ടൊക്കെ എടുത്തു. അപ്പം വെൽഡിങ്ങൊക്കെ അടിച്ച് സ്പോഞ്ചൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. സ്പോഞ്ച് ഒട്ടിച്ച് വലിയ സൈസ് തൊട്ട് ചെറിയ സൈസിലോട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെയാണ് ഇൻസ്റ്റലേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മളത് ഹാങ് ചെയ്തൊന്ന് നോക്കുകയാണ്, എങ്ങനെ സ്ട്രക്ചർ എങ്ങനെ വരണം എന്നൊക്കെ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിലാണ് ബോളൊക്കെ നമ്മൾ വലിയ സൈസ് ബോൾ തൊട്ടിട്ട് 10 ഇഞ്ച് ബോൾ തൊട്ട് ചെറിയ 1/2 ഇഞ്ച് ബോൾ വരെയുള്ള ചെറിയ ബോളുകളൊക്കെയാണ് കളക്ട് ചെയ്താണ് ഇതിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇനി ബോൾ വെക്കണം, ബോൾ വെച്ച് സ്പ്രേ പെയിൻറ്റ് ചെയ്യണം, ഇനി ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തയ്യാറെടുപ്പിലാണ്. ഇവിടെ ബോളൊക്കെ ഹോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം 800-900 അടുപ്പിച്ച് ബോളുകളുണ്ട്. എല്ലാ ബോളുകളും ഹോൾ ചെയ്ത് കെട്ടിയാണ് പോകേണ്ടത്. അപ്പോൾ ബോളുകൾ നിങ്ങൾ കണ്ടാൽ അറിയാം എത്രത്തോളം ബോളുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇനി നമ്മൾ ബോളുകൾ ഇറക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ബോളുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബോളും ഹോളിട്ട് കെട്ടുകമ്പിയിൽ അവിടെ നമ്മളെ കൂട്ടുകാരൊക്കെ ചെയ്ത് തരുന്നുണ്ട്. അത് ഞാൻ ഇവിടെ കെട്ടി പോവുകയാണ്. അപ്പോൾ DNA എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഒരു സൈഡ് വന്നിട്ട് 4 ബോൾസാണ് വരുന്നത്, ഓപ്പോസിറ്റ് സൈഡ് 4, അങ്ങനെ 8 ബോൾസാണ് DNAക്ക് ഒരു സർക്കിൾ കയറി വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ബോളുകൾ കൂടുതൽ കിട്ടാത്ത സാഹചര്യമായതുകൊണ്ട് ഉള്ളത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ടൈമാണ് തന്നിട്ടുള്ളത്. 3 ദിവസമാണ് ചെയ്ത് തീർക്കാൻ തന്നിട്ടുള്ളത്. പക്ഷേ 3 ദിവസത്തിൽ നമുക്ക് തീരുമോയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ഡേ വർക്കാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നമ്മൾ ബോളൊക്കെ ഇന്ന് ഹോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയൺ വെച്ചിട്ടാണ് 2 ഹോള് ചെയ്തിട്ട് പിന്നെ അത് കെട്ടുകമ്പി കയറ്റി വഴിക്ക് കെട്ടേണ്ട രീതിക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പയ്യന്മാരൊക്കെ ഫുൾ ഓണായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് ബോളൊക്കെ വെച്ചിട്ടുണ്ട്. ബോൾ വെച്ച് ആ ഒരു സംഭവം നോക്കുന്നുണ്ട്. ഇത് ഏകദേശം ബോളൊക്കെ കെട്ടിയിട്ടുണ്ട്. കൊണ്ടുവന്ന് ഓരോ സൈസ് അനുസരിച്ച് മാറ്റി ഏകദേശം ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇഷ്ടംപോലെ ബോളാണ് ഏകദേശം ഉണ്ട്. സത്യം പറഞ്ഞാൽ 885 എത്ര ബോളാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഈ ലിമിറ്റഡ് ടൈമിലാണ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. സോ നിങ്ങളെല്ലാവരും കണ്ട് ഈ ഒരു വർക്ക് കാണണം. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൽ വന്ന വർക്ക് കാണണം. കണ്ടാലേ നമ്മളെ വർക്ക് ഈ ഒരു ഇൻസ്റ്റലേഷനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ കിഡിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗൈസ്, നിങ്ങളെല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങൾ കണ്ടോ, നമ്മളിപ്പോൾ ഏകദേശം ബോളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇനി നൈറ്റിലാണ് ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കംപ്രസറിലാണ് സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പം ആ ചെറിയ വള്ളികൾ പോലെ കൊടുക്കണം. അപ്പോൾ അത് ഫുള്ളും
സ്പ്രേ ഇപ്പം ഞാൻ പുറത്തിട്ടാണ് ചെയ്യുന്നത്. പുറത്തിട്ട് അടിച്ച് പിന്നെ അകത്തോട്ട് കയറ്റി കുറച്ച് സൈഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ അറിയാം നൈറ്റാണ് ഫുൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബോൾ ഫുള്ള് എല്ലാ സ്ഥലവും ഇനി കളർ അടിച്ചുകൊണ്ടിരിക്കണം. ഇതിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പായിട്ട് നമുക്ക് കളർ ഒരിക്കലും അടിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇനാമൽ പെയിൻ്റൊന്നുമല്ല നമ്മൾ ചെയ്യണത്. ഇത് നമ്മളെ സാധാ വീടുകളിൽ അടിക്കുന്ന ഇൻറ്റീരിയർ പെയിൻ്റാണ്. എമഷനാണ് നമ്മൾ ഇതിൽ ഫുള്ളായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2-3 കോട്ട് അടിക്കേണ്ടി വരും. ഇത് ഉണങ്ങിയാലേ അടിക്കാൻ പറ്റും. നൈറ്റ് ആയതുകൊണ്ടുള്ള ഒറ്റ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ഉണങ്ങി കിട്ടില്ല. കാറ്റോട്ടമൊന്നും കിട്ടാത്തതുകൊണ്ട് ഉണങ്ങി കിട്ടില്ല. അതുകൊണ്ട് പിറ്റേ ദിവസമായാലേ ഇത് വീണ്ടും അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലും നൈറ്റിൽ ഫുള്ള് ഫസ്റ്റ് ലെയറെങ്കിൽ അടിച്ചിടാമെന്നുള്ള രീതിയിലാണ് ഫുള്ള് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാറ്റോട്ടം കിട്ടാത്തതുകൊണ്ട് നമ്മളെന്ത് ഫാനൊക്കെ 2 ഫാനൊക്കെ വെച്ച് പെട്ടെന്ന് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയൊക്കെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ അറിയാം ഫാനൊക്കെ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഉണങ്ങി കിട്ടാൻ ഭയങ്കര ലേറ്റാണ്. അപ്പോൾ സ്പോഞ്ചിലാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കും. മറ്റേ ബോളിലാകുമ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ ഒഴിച്ചിങ്ങനെ ആവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ടിക്കാണ് ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം വെള്ളം കുറച്ചിട്ടാണ് സ്പ്രേ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പ്രേ അടിച്ചടിച്ചടിച്ച് ഇരിക്കുകയാണ്. ഏറ്റവും അവസാനം ഞാൻ സഹിയായിട്ട് മാസ്ക് ഒക്കെ ഇട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബോൾ അടിക്കുന്നതുകൊണ്ട് ഈ വെള്ളം ഡ്രോപ്പായിട്ട് താഴെ വന്നുകൊണ്ടിരിക്കും. ഉയരായതുകൊണ്ട് താഴെ നിലത്ത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എല്ലാ സൈഡും അടിച്ച് തീർക്കാൻ പറ്റില്ല. അതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം ഏകദേശം നമ്മൾ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ 3 ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇത് അതാ കാണുമ്പോൾ പറയാം ഇനിതാ എല്ലാം നമ്മൾ ഇന്നലെ അടിച്ചിട്ട് ഫുള്ള് വയറ് പോലത്തെ ഇതിൽ അത് ഫുള്ളും ഇൻസ്റ്റലേഷൻ്റെ രീതിയിൽ ഹാങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെട്ടുകമ്പിലാണ് പിടിച്ച് ഹാങ് ചെയ്യണത്. ഹാങ് ചെയ്യാൻ നല്ല ഹൈറ്റ് ഉണ്ട്. ഒന്നത് നല്ല ചൂടുണ്ട്. ഉച്ചയ്ക്കായി ഇതിപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വീണ്ടും 2 കോട്ട് അടിച്ചു. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടി. അങ്ങനെ എല്ലാ സൈഡും തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 40 അടി ഹൈറ്റോളം ഉണ്ട് ഇനി സെൻട്രലിലോട്ട് പോകുമ്പോൾ. അപ്പോൾ അത്ര ഹൈറ്റിനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നിങ്ങൾ അവിടെ പോയി തന്നെ ഈ ഒരു വർക്ക് ആസ്വദിക്കും. ഇതേപോലെയല്ല, ഇതേപോലെ ഇഷ്ടംപോലെ വർക്കുണ്ട്. എൻ്റെ ആ രീതിയിൽ 2 വർക്കാണ് അവിടെ ഉള്ളത്. ഒന്ന് ഐബോളുണ്ട്, പിന്നെ ഈ ഒരു വർക്ക്. ഐബോളിൻ്റെ വർക്ക് ഞാൻ ഏറ്റവും അവസാനം കാണിച്ചു തരാം. നമ്മളെല്ലാം അടിച്ച് ഫിനിഷ് ചെയ്ത് വർക്ക് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് 3-4 മണിയായി തീർന്നപ്പം. അവർക്ക് 3 മണിക്ക് തീർക്കണമെന്നാണ് പ്ലാനായിരുന്നത്. പക്ഷെ 3 മണിക്ക് തീർന്നില്ല. 3 മണിക്ക് തീർന്നില്ല എങ്കിൽ നമ്മൾ അത്രയും ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്തു. നമ്മൾ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും നല്ല കട്ടയ്ക്ക് തന്നെ നിന്ന് ഉറക്കമില്ലാത്ത രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ഈ ഒരു വർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യണം. അവിടെ തന്നെ പോയി കണ്ടാൽ നിങ്ങൾക്ക് ആ വർക്ക് ഒന്നാമത് ലിമിറ്റഡ് ടൈമാണ് കിട്ടിയത്. കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു. പക്ഷേ ലിമിറ്റഡ് ടൈമിൽ നമ്മൾ ഏകദേശം നല്ലപോലെ ഒരു 98% തീർത്തിട്ടുണ്ട്. അതായത് ഇതാണ് സെല്ല്. ഈ സെല്ലിൽ നിന്നാണ് ഈ DNA സാധനം പോകുന്നതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് പോയി പിന്നെ വലുതായിട്ട് DNA സ്പ്ലിറ്റായി പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? നമ്മൾ ഇത്രയും പേരുടെ കഷ്ടപ്പാടെന്ന് പറയണത് അങ്ങനെയല്ല. നല്ലപോലെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഡേറ്റിന് അവർ തന്ന ഡേറ്റിന് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ആളെ കയറ്റണം എന്നുള്ള ഇതുള്ളതുകൊണ്ടാണ് നമ്മളവിടെ വർക്ക് ഇപ്പോൾ ഇനി സ്റ്റമ്പുകളും കൂടെ വണ്ണത്തിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് ഇന്ന് രാത്രി തന്നെ ഐസ് വർക്ക് കണ്ടോ നമ്മൾ സ്റ്റമ്പെല്ലാം വെച്ചാൽ നമ്മളിപ്പോൾ സ്ലീക്കും കൂടെ അടിച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ എണീറ്റ് സ്ലീക്ക് അടിച്ചു. സ്റ്റമ്പൊക്കെ കുറച്ച് വണ്ണത്തിൽ കൊടുത്തു. അതിൻ്റെ സെൻറ്ററിൽ വരുന്ന സ്റ്റമ്പൊക്കെ വണ്ണത്തിൽ കൊടുത്തു. അവിടെ സ്പ്രേ പെയിൻറ്റ് ചെയ്തതിന് ശേഷം സ്ലീക്ക് വാങ്ങിച്ച് സ്ലീക്ക് അടിച്ചു. സ്ലീക്ക് സ്പ്രേ ചെയ്തു. അങ്ങനെ അതാ ഗംഭീര ഒരു വർക്കായിട്ട് മാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയാം. ഇഷ്ടപ്പെടേണ്ട വർക്കാണ്. സോ നിങ്ങളെല്ലാവരും ഇത് അവിടെ പോയി തന്നെ എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മളെ വർക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം
നിങ്ങളിതിൽ പറയണം, കമൻറ്റ് രൂപേണ പറയണം ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ വർക്ക് കണ്ടല്ലോ, ഇനി അടുത്ത് ചെയ്ത് വരകാണ്ട്. നമ്മളിപ്പോൾ 4 പേരാണ് ഇവിടെ ഉള്ളത്, ടോട്ടൽ 6 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 6 പേരും കൂടെയാണ് ഇത്രയും ഒരു സെറ്റപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സംഭവം ചെയ്ത് തീർത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ചെയ്ത മറ്റൊരു വർക്കാണ് ഐബോളിൻ്റെ വർക്കാണ്. ഇത് ഫൈബറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കണ്ടത് ഫൈബറിൽ ബോൾ പോലെയൊക്കെ ചെയ്തായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് അത് ആ പെയിൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ്, കണ്ണിൻ്റെ പെയിൻറ്റിങ് വേറെ ഓരോന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് ഐബോളിൻ്റെ കണ്ണിൻ്റെ ഇത് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ച് ഫിനിഷിങ് കൂടെ ചെയ്യാനുണ്ടായിരുന്നു. സോ അങ്ങനെ ഇതിൻ്റെ പുറത്ത് ക്ലിയർ അടിക്കുമ്പോഴേക്കും നല്ല ഗ്ലേസ് ആയിട്ടിരിക്കും. ഈ ഒരു വർക്ക് അവിടെ വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വർക്കുകൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 2 വർക്കുകൾ നമ്മളെ വർക്കുകളാണ്. സോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. വളരെ കഷ്ടപ്പെട്ടിരുന്നൊക്കെ ചെയ്ത വർക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വർക്കുകളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഇതേപോലെ ഓരോരോ വീഡിയോ ഇടും എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ വീഡിയോ, എങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലത്തെ വർക്കുകൾ വർക്കുകൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ. മേക്കിംഗ് വീഡിയോസ് അധികമൊന്നും ഇറങ്ങത്തില്ല. അപ്പോൾ ആ ഇൻസ്റ്റലേഷൻ്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ടാറ്റ. നിങ്ങൾക്ക് നിങ്ങളെ വിലയേറിയ കമൻറ്റുകളും ലൈക്കും ഷെയറും സപ്പോർട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, എല്ലാ കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റ.